എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അവൾ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ലയിക്കണം. ഇതേക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എന്താണ് ലൈംഗികത, ഇത് എങ്ങനെ അനുഭവപ്പെടുന്നു, ഇതെല്ലാം വിശദീകരിക്കാനും ലൈംഗികതക്കുള്ള തോന്നലിൽ പകരം വെക്കാനും കൂടുതൽ ലൈംഗികതയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. രണ്ടുപേരും പരമാനന്ദത്തിൽ ആറാടിയ ശേഷം അവളെ വീണ്ടും തന്നിലേക്ക് ഒഴുകിക്കുന്നതിന് എന്തെല്ലാമാണ് പുരുഷൻ അറിഞ്ഞിരിക്കേണ്ടത്. പല മാർഗങ്ങളുണ്ട് ഇതിന്. ഇവ അറിഞ്ഞിരുന്നാൽ സംതൃപ്തിയുടെ നിറവിൽ നിങ്ങൾക്ക് അഴിഞ്ഞാടാം. അവൾക്കൊരു മസാജ് ആകാം ആദ്യം തന്നെ. അതെ, സെക്സിന് ശേഷം ക്ഷീണിച്ച് തിരിഞ്ഞു കിടക്കാൻ നിങ്ങൾ വരട്ടേന്നേ. അവൾ നിങ്ങളെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും അവൾക്ക് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കൂ. അതിന് സെക്സിന് ശേഷം അവൾക്കൊരു മസാജ് കൊടുക്കാം. മാനസികമായും ശാരീരികമായും അവൾ കൂടുതൽ നിങ്ങളിലേക്ക് അടുക്കുന്നതിനും ഇതിലും മികച്ചൊരു പോംവഴി മറ്റൊന്നുമില്ലെന്നാണ് പറയുന്നത്. അടുത്തതായി, അവളെ അഭിനന്ദിക്കുന്നതിന് ഒരിക്കലും മടി കാണിക്കരുത് നിങ്ങൾ. അതെ, അവളെ പുകഴ്ത്തുന്നതിന് എന്തിനു നിങ്ങൾ മടിക്കണം? ലൈംഗികതയിൽ അവളുടെ നീക്കങ്ങളും ഇടപെടലുകളും നിങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിച്ചുവെങ്കിൽ അത് അവളോട് തുറന്നു പറഞ്ഞോളൂ. അവൾക്കതൊരു വലിയ കാര്യമാണ്, നിങ്ങൾക്ക് ചെറുതാണെങ്കിലും. ലൈംഗികതയിൽ അവളുടെ എന്തെല്ലാം കൊഞ്ചലുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതും പറയാൻ മടിക്കേണ്ട കേട്ടോ. ഇനി നിങ്ങളുടെ വസ്ത്രം അവളുടെ കൂടിയാണെന്ന് കേട്ടോ. ലൈംഗികതയ്ക്ക് ശേഷം അവളുടെ വസ്ത്രങ്ങൾ അണിയാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ ഒരു ഷർട്ട് കൊടുത്തു നോക്കൂ. അവൾക്ക് കൂടുതൽ കട്ടിയുള്ളതൊന്നും വേണ്ട. വളരെ നേർത്തതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം അടിച്ചതും അവളോട് ധരിക്കാൻ പറയൂ. സത്യത്തിൽ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ അണിയുമ്പോൾ അവൾ കൂടുതൽ സെക്സിയായി തോന്നാം. അടുത്തതായി, അവളെ ഒന്ന് ചേർത്ത് കിടത്തുന്നേ. ലൈംഗികതയ്ക്ക് ശേഷം അവളെ ചേർത്ത് പിടിച്ച് കുറച്ചു നേരം കിടക്കുക. കൈകൊണ്ട് അവളുടെ അരയിൽ ചുറ്റി കാലുകൾ തമ്മിൽ പിണച്ചു ഇറുകിയെ പിളർന്ന് സന്തോഷം കൊടുക്കൂ. അവൾക്ക് നിങ്ങളോടുള്ള ഇന്റിമസി വർദ്ധിപ്പിക്കാൻ ഇത് ഒട്ടേറെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായി, വിരൽ കൊണ്ടൊന്ന് വീണമിട്ടു. അവളെ ചുറ്റിപ്പിണർന്ന് കിടക്കുമ്പോൾ കൈകൾ കൊണ്ടുള്ള കുസൃതിയും കാണിക്കും. നിങ്ങൾ അവളെ എങ്ങനെ കാണുന്നു എന്നതിന് ഇത് സഹായിക്കും. നിങ്ങളുടെ ശരീരത്തിൽ മെല്ലെ മെല്ലെ വിരലുകൾ കൊണ്ട് കഥകൾ എഴുതൂ. അവൾ നിങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കാണാവുന്നതാണ്. അടുത്തതായി, അവളെ തൊട്ടുണർത്തു. വിരൽ കൊണ്ട് കുസൃതി കാണിച്ചിരിക്കുകയാണോ എങ്കിൽ അവളെ ഒന്ന് മെല്ലെ പിച്ചിയേക്കുന്നേ. മെല്ലെ എന്ന് പറഞ്ഞാൽ വളരെ പതിയെ. ഇതെല്ലാം ചെയ്യുന്നത് വളരെ പതുക്കെയാവണം കേട്ടോ. അടുത്തതായി, മ്യൂസിക് ഓൺ ചെയ്യും. ലൈംഗികതയ്ക്ക് ശേഷം നിങ്ങളുടെ ഞരമ്പുകൾ കൂടുതൽ അയവ് വരുത്തുന്നതിനായി മ്യൂസിക് ഒന്ന് ഓൺ ചെയ്യൂ. തല്ലിപ്പൊളി പാട്ടൊന്നും വെക്കരുത് കേട്ടോ. രണ്ടുപേർക്കും നല്ല താല്പര്യമുള്ള നല്ല പ്രണയരാഗങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒഴുകിക്കൊള്ളട്ടെ നീ. അടുത്തതായി, ഒരുമിച്ച് ഭക്ഷണം കഴിക്കൂ. ലൈംഗികതയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടാകും. തമാശയുള്ള കാര്യമാണ്. തമാശയല്ല കേട്ടോ, ഇത് കാര്യമാണ്. ഒറ്റക്ക് പോയി ഭക്ഷണം കഴിക്കുന്നതിന് പകരം രണ്ടുപേരും ഒരുമിച്ച് പോയി കഴിച്ചു നോക്കൂ. രസകരമായിരിക്കും കാര്യങ്ങൾ. നിങ്ങൾക്ക് അവളോടുള്ള കെയർ എത്രത്തോളം ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കും. ഭക്ഷണം അവളുടെ വായിൽ വെച്ച് കൊടുക്കുകയും ഒരു പീസ് പിസ്സ രണ്ടുപേർക്കും ഒരുമിച്ച് കഴിക്കുകയും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. അതുപോലെ ഒരുമിച്ച് കുളിക്കൂ. രണ്ടുപേരും ഒരുമിച്ച് കുളിക്കുന്നത് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? സംഗതി രസകരമാണ്. ലൈംഗികത കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് ഷവറിന്റെ താഴെ നഗ്നരായി കുളിച്ചാൽ ഒന്നും സംഭവിക്കില്ലെന്നേ, മറിച്ച് കൂടുതൽ രസകരമായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.